അപ്പോൾ നേരത്തെ ഈ HPCL കാര്യം പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നാട്ടുകാർ അനുഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളാണ്, ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഒരു താൽക്കാലിക ഹെലിപ്പാഡ് നിർമ്മാണത്തിലൂടെ തന്നെ അവിടുത്തെ കുട്ടികളാകെ ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുകയാണ്. എന്താണ് കാര്യം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്? വയനാട് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതരാണ് പൊല്ലാപ്പിലായിരിക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് പിന്നാലെ പ്രധാനമന്ത്രിക്ക് ഇറങ്ങാനാണ് ഇവിടുത്തെ ഗ്രൗണ്ടിൽ ഈ ഹെലിപ്പാഡ് നിർമ്മിച്ചത്. ഇത് പൊളിച്ചു മാറ്റാത്തതിനാൽ പ്രതിസന്ധിയിലാണ് കായിക പരിശീലനം ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് അവിടുത്തെ വാർത്ത. പ്രധാനമന്ത്രിയുമായി ഹെലികോപ്റ്റർ വന്നിറങ്ങിയത് ഓഗസ്റ്റ് 10-ന്. മാസങ്ങൾക്കിപ്പുറവും ഈ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡ് പൊളിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല. 1500ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഗ്രൗണ്ടാണിത്. ഈ സ്കൂൾ മൈതാനിയിൽ കളിയാരവങ്ങളൊഴിഞ്ഞ മാസങ്ങളായി. കായിക പരിശീലനങ്ങളും പ്രഭാത സായാഹ്ന നടത്തവും മറ്റ് കായിക മത്സരങ്ങളുമൊക്കെയായി സജീവമായിരുന്ന മൈതാനമായിരുന്നു ഇത്. സ്കൂൾ വിദ്യാർത്ഥികളും ഈ ഗ്രൗണ്ടിനെ പ്രയോജനപ്പെടുത്തിയിരുന്നു. ഓഗസ്റ്റ് 10-ന് പ്രധാനമന്ത്രി എത്തുന്നതിനോടനുബന്ധിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിലായിരുന്നു ഹെലിപ്പാഡിന്റെ നിർമ്മാണം. ഗ്രൗണ്ടിന്റെ പ്രധാന ഭാഗം ഈ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു. പ്രധാനമന്ത്രി അന്നു തന്നെ മടങ്ങി. എന്നിട്ടും ഹെലിപ്പാഡ് പൊളിച്ചു നീക്കി മൈതാനം പൂർവ്വസ്ഥിതിയിലാക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. ഈ സ്കൂളിലെ 1500 കുട്ടികൾക്ക് കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് ഉള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റ ഗ്രൗണ്ടാണ് ഇത്രയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളത്. കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഈ സമയം വരെ കുട്ടികൾക്ക് ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എത്രയും വേഗം ഇത് പൊളിച്ചു നീക്കി കുട്ടികൾക്ക് ഈ ഗ്രൗണ്ട് കളിക്കാൻ യോഗ്യമായ രീതിയിൽ മാറ്റിത്തരിക. നാട്ടുകാർക്കും പ്രയോജനകരമായ മൈതാനമാണിത്. സ്കൂൾ അധികൃതർ നിരവധി തവണ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഇല്ല എന്നാണ് ആരോപണം. ഇവിടെ എല്ലാം പൊതുജനങ്ങളടക്കം ഉപയോഗപ്പെടുന്ന ഒരു ഗ്രൗണ്ടാണിത്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത് പഴയ അവസ്ഥയിലേക്ക് ആക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഗുണകരം, കുട്ടികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും വളരെ ഗുണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റി കൊടുത്തിട്ട് സർക്കാർ ഭൂമി ധാരാളമായിട്ട് അവൈലബിളാണ്. അവിടെ ഏറ്റവും സൂട്ടായിട്ടുള്ള ഇതിന് ഹെലിപ്പാഡിനൊക്കെ ഉള്ള സൗകര്യങ്ങളാണല്ലോ, ആ രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഇത് ക്രമീകരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഗ്രൗണ്ടില്ലാത്തത് മൂലം ഈ സ്കൂളിലെ കായികമേള പോലും മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടി വന്നു. മൈതാനം പൂർവ്വസ്ഥിതിയിലാക്കാൻ കലക്ടർ വേഗത്തിൽ നടപടിയെടുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അപ്പോൾ ആ കുട്ടികളുടെ, ആ സ്കൂളിലെ കുട്ടികളുടെ മാത്രമല്ല ആ ഗ്രൗണ്ട് ഉപയോഗിക്കുന്ന നാട്ടുകാരുടെയൊക്കെ ആവശ്യം അത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ്, അല്ലേ?